അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കട്ട്ലേറ്റ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണല്ലോ. നമ്മൾ പല രീതിയിലും നമ്മൾ കട്ട്ലേറ്റ് ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റഷ്യൻ കട്ട്ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ പുറമെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും കേട്ടോ. പുറമെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ നല്ലൊരു ക്രീം ടെക്സ്ചറാണ്, നല്ലൊരു ജ്യൂസി ആയിട്ടാണ് ഇതിൻ്റെ ഉള്ളിലുണ്ടാവുക. അപ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, പുറമെ നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ലൊരു ക്രീമി ടെക്സ്ചറാണ്, ഒരു ജ്യൂസി ടെക്സ്ചറാണിത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ സ്പൈസി കുറച്ച് കുറവായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാവും. ഇത് നമുക്ക് കെച്ചപ്പിൻ്റെ മയോണൈസിൻ്റെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള റഷ്യൻ കട്ട്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ റഷ്യൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള വൈറ്റ് സോസ് തയ്യാറാക്കിയെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്തിട്ട് ഈ ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരണം. ബട്ടർ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് മൈദ, 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറുന്ന വരയ്ക്കും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറുന്നത് വരെക്കും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലേറ്റാണ്. ഇതിനധികം എരിവ് കുറവാവും. എരിവ് കുറവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മൈദ നന്നായിട്ട് മിക്സായി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് പോകാതിരിക്കാൻ നല്ല ശ്രദ്ധിക്കുക. തീരിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെക്കുക. ഇനി അതിലേക്ക് 1 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് തിക്കായിട്ട് വരണം. നന്നായിട്ടൊന്ന് ഇതിൻ്റെ കട്ടൊന്നും ഇല്ലാതെ നന്നായിട്ട് തിക്കായിട്ടൊന്ന് കുറുകി വരണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചിക്കൻ സ്റ്റോക്കാണ്. ഇത് ഞാൻ കുറച്ച് മുന്നേ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ ഇതിനാവശ്യമുള്ള ചിക്കന് ഞാനൊരു ചിക്കൻ്റെ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത്, എല്ലില്ലാത്ത പീസ് നോക്കി എടുത്തിട്ട് അതും അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ക്യാരറ്റ്, 2 ടേബിൾ സ്പൂൺ ബീൻസ് എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ടിട്ട് ബോയിൽ ചെയ്തെടുത്തിട്ട് അതിൻ്റെ സ്റ്റോക്ക് എടുത്തതാണ്. ആ നേരത്ത് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അത് സ്ട്രെയിൻ ചെയ്തെടുത്തതാണ്. അതിലേക്ക് ചേർക്കാം. ഇത് കട്ടില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. നമുക്ക് ഇളക്കാൻ വേണ്ടി എളുപ്പത്തിന് നമുക്ക് ഇതുപോലത്തെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടോ നമുക്ക് ചെയ്യാം. അപ്പോൾ കട്ട കെട്ടാതെ തന്നെ നമുക്ക് മിക്സായി കിട്ടും. ഈ ചിക്കൻ സ്റ്റോക്കിൽ ആവശ്യത്തിന് ഉപ്പുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ ബാക്കി ഉപ്പ് ചേർത്താൽ മതി. ഇപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ നന്നായിട്ട് ആയിട്ട് ഇതുപോലെ തിക്കാവണം. ഇനി ഇത് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി തിക്കായി വരും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒന്ന് തണുക്കാൻ വെക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഞാൻ ചിക്കന് ബോയിൽ ചെയ്തിട്ട് ചിക്കനും വെജിറ്റബിൾസും ഒരേ പാനിലിട്ടിട്ട് തന്നെയാണ് ഒന്നിച്ചിട്ടാണ് ഞാൻ ബോയിൽ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഇത് ബോയിൽ ചെയ്തിട്ട് ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉപ്പും പിന്നെ ആവശ്യത്തിന് വെള്ളം മാത്രം ചേർത്തിട്ടുള്ളൂ. അങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ
വെജിറ്റബിൾസും ഒന്ന് അതിൽ നിന്നെടുത്ത് മാറ്റിയതാണ്, സ്ട്രെയിൻ ചെയ്തെടുത്തിട്ട് അതും 1 കപ്പോളം ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു ബൗളിലേക്ക് ഉള്ള ചിക്കൻ ചേർക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ്, പിന്നെ ഇതിലേക്കൊരു ഹാഫ് സവാള ഞാൻ ചെറുതാക്കി പൊടിയായിട്ട് അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്, അതും ചേർക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 2 പച്ചമുളക്, കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞത് അതും ഇതിലേക്ക് ചേർക്കാം. അടുത്തതായിട്ട് ഒരു 1/4 ടീസ്പൂണോളം നമ്മുടെ റെഡ് ചില്ലി ഫ്ലേക്സ് ഇടുന്നുണ്ട്. അപ്പോൾ ഇതിന് എരിവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. ഈ റെഡ് ചില്ലി ഫ്ലേക്സിൻ്റെ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഗ്രീൻ ചില്ലിൻ്റെ അളവ് കൂട്ടിയാൽ മതി. പിന്നെ അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പെപ്പറും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ അളവ് കൂട്ടിയിട്ട് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 1/4 ടീസ്പൂണാണ് റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസ് കുറേശ്ശായിട്ട് മിക്സ് ചെയ്യാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പല രീതിയിലുള്ള കട്ട്ലേറ്റ് നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ബീഫ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും ചിക്കൻ വെച്ചിട്ടും ഒക്കെ നമ്മൾ ഫിഷ് വെച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റിൽ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഞാനിവിടെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ സോസ് വളരെ കുറേശ്ശായിട്ട് ആഡ് ചെയ്യാം. അങ്ങനെ നന്നായിട്ട് ലൂസായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ ഉപ്പ് നോക്കിയിട്ട് ഇപ്പോൾ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കയ്യിൽ കുറച്ച് ഓയിൽ തടവണം. നന്നായിട്ട് കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം ഒരു ചെറിയ ബോളാക്കി എടുത്തിട്ട് നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. നിങ്ങളടുത്ത് ഇതിൻ്റെ കട്ട്ലറ്റിൻ്റെ അച്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പല്ല, ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇതുപോലെ മൈദയിലൊന്ന് ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് മൈദയിലൊന്ന് കോട്ട് ചെയ്യാം. അതൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ, കാരണം ഇത് നമ്മൾ വൈറ്റ് സോസ് വെച്ച് ചെയ്തതുകൊണ്ട് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം. ഇങ്ങനെ സ്റ്റിക്കി ആയ മാതിരി ഉണ്ടാവും. അപ്പോൾ ഞാനൊരു എഗ്ഗ് നന്നായിട്ട് ഇവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒന്നിങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുക. നമ്മൾ കട്ട്ലറ്റ് ചെയ്യുന്ന സെയിം പ്രൊസീജിയർ തന്നെയാണ്. പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസിന് പകരം ഇവിടെ സേമിയയിലാണ് ഇത് റോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ചെറിയ കനം കുറഞ്ഞ സേമിയാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലൊന്ന് നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളടുത്ത് ഇതുപോലത്തെ സേമിയ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വലിയ സേമിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ കണ്ടോ, ഇതുപോലെ ഒന്ന് നമ്മൾ പരത്തി സേമിയയിലൊന്ന് ഡിപ്പ് ചെയ്ത് റോൾ ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ നമുക്ക് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ എല്ലാതും സേമിയയിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതുപോലെ കോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇനി നിങ്ങൾക്ക് എങ്ങാനും ഇത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ലൂസായിട്ട് പോയി തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് ആവും. അപ്പോൾ ഇതുപോലെ എല്ലാതും നമുക്ക് ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യണത്. കുറച്ച് എണ്ണ മതി, നന്നായിട്ട് മുങ്ങി പൊരിയാനുള്ള എണ്ണ ഒന്നും വേണ്ട. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കട്ട്ലേറ്റ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. തീ കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഈ സേമിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റഷ്യൻ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു സെർവിങ് ഡിഷിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വ്യത്യസ്ത രീതിയിലുള്ളൊരു കട്ട്ലേറ്റാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് തൊട്ടടിയിൽ തന്നെ ഒരു റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.